ഫ്രണ്ട്സ്, ട്രിപ്സ് ആൻഡ് പെറ്റ്സിന്റെ ഒരു ഇൻഫോർമേറ്റീവ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ആകെ ഇതിന് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ സിവിൽ ഐ ഡി നമ്പർ, പിന്നെ സിവിൽ ഐ ഡി സീരിയൽ നമ്പർ, 3 നമ്മുടെ മൊബൈൽ നമ്പർ, 4 നമ്മുടെ പാസ്പോർട്ട് നമ്പർ. ഈ 4 സംഗതി ഉണ്ടെങ്കിൽ, ആര് സിവിൽ ഐ ഡി എക്സ്പയർ ആയിട്ടുണ്ടെങ്കിലും അത് റിന്യൂവൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിവിൽ ഐ ഡി ഓൺലൈനിൽ നമ്മളെ സ്മാർട്ട് ഫോണിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, കുവൈത്ത് തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, കുവൈത്ത് ID ആപ്പ്. അത് നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോർ വഴിയും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോർ വഴിയും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു OTP നമ്പർ വരും. നമ്മളെ മൊബൈൽ നമ്പർ ഏതാണോ നമ്മൾ കൊടുത്തത് അതിലേക്ക് ഒരു OTP നമ്പർ വരും. ആ നമ്പർ നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സിവിൽ ഐ ഡി, പുതിയ റിന്യൂ ചെയ്ത ടെമ്പററി സിവിൽ ഐ ഡി നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് എവിടെ പുറത്ത് പോകാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും അർജന്റ് ആവശ്യങ്ങൾക്ക് പുറത്ത് പോകുന്ന കാര്യമായിട്ട് പറഞ്ഞത്. ആ സമയത്ത് നമുക്ക് ഈ സിവിൽ ഐ ഡി സ്മാർട്ട് ഫോണിൽ അഥവാ പോലീസുകാർ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്മാർട്ട് ഐ ഡി നമുക്ക് മൊബൈലിൽ തന്നെ കാണിച്ചു കൊടുത്താൽ മതിയാവും. അതിലൊരു ബാർകോഡൊക്കെ ഉണ്ട്. ആ ബാർകോഡ് വെച്ചിട്ട് അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടുന്നതായിരിക്കും. പിന്നെ അതിന് നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഈ ഒരു സിവിൽ ഐ ഡിക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പൂർണ്ണമായ വീഡിയോ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ലൈസൻസ് സിവിൽ ഐ ഡി എക്സ്പയറി ആയി ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വളരെ ഉപകാരപ്പെടും. പിന്നെ ഇതിനൊരു പ്രത്യേകിച്ചൊരു കാലയളവൊന്നുമില്ല ആർക്കും. ഇപ്പോൾ സിവിൽ ഐ ഡി ഇപ്പോൾ 2 വർഷം ബാക്കിയുള്ളവർക്കും, 1 വർഷം ബാക്കിയുള്ളവർക്കും, 3 മാസം ബാക്കിയുള്ളവർക്കും എന്ത് ചെയ്യാം, ഈ സിവിൽ ഐ ഡി നമുക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളെ ഫോണിൽ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിക്കാം. ആദ്യമായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത കുവൈത്ത് മൊബൈൽ ID ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള ഇൻ്റർഫേസാണ് വരിക. ഇതിൽ നമുക്ക് അറബി, ഇംഗ്ലീഷ് ലാംഗ്വേജ് അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് 2 അത് നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. അത് എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു നോട്ടാണ്. പിന്നെ രജിസ്ട്രേഷൻ യൂസിങ് സ്മാർട്ട് ഫോണുണ്ട്, പിന്നെ കയോസ്ക് ഉണ്ട്. അതിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം നമ്മളെ സിവിൽ ഐ ഡി, പിന്നെ കാർഡ് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ സിവിൽ ഐ ഡിയുടെ ബാക്കിലുള്ള ബാർകോഡിൻ്റെ അടുത്തുള്ള നമ്പറാണ്. പിന്നെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു 50 ഫിൽസെങ്കിലും ആ മൊബൈൽ നമ്പറിൽ വേണം കേട്ടോ, എങ്കിലേ മെസ്സേജ് വരുള്ളൂ, OTP. അപ്പോൾ നമ്മളിപ്പോൾ അക്സെപ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യാമറ ഓപ്പണായി വരും. ക്യാമറ ഓപ്പണായി വന്നാൽ നമ്മളൊരു സെൽഫി എടുക്കുക. സെൽഫി എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ അത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് കിട്ടിയ OTP ടൈപ്പ് ചെയ്യാം. OTP നമുക്ക് കിട്ടി, അത് ടൈപ്പ് ചെയ്തു. അത് ടൈപ്പ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്താൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ, വെയിറ്റ് ചെയ്യുക. ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മളെ സിവിൽ ഐ ഡി, നമ്മളെ ആപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ പാസ്വേഡാണ്. അപ്പോൾ പാസ്വേഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരേ അക്കങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക, വ്യത്യസ്തമായ അക്കങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. ഒരേ അക്കങ്ങൾ സ്വീകരിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഇതിൽ വരും, കാണിച്ചു തരാം. ഇപ്പോൾ വരും, കളക്റ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഓക്കെ എന്ന് നമ്മൾ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താ വരിക, നമ്മളെല്ലാം കാത്തിരിക്കുന്ന നമ്മുടെ സിവിൽ ഐ ഡി, ഓൺലൈൻ സിവിൽ ഐ ഡി, സ്മാർട്ട് ഫോണിൽ ഇങ്ങനൊരു സിവിൽ ഐ ഡി വരും. അപ്പോൾ ഇത് നമ്മളെ മൊബൈലിൽ എന്ത് ചെയ്താൽ മതി, സൂക്ഷിച്ച് വെച്ചാൽ മതി. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മളിത് കാണിച്ചു കൊടുത്താൽ മതി. ഇത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിലുണ്ട്. അത് അവർക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയാണ് കുവൈത്ത് ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ളത്.
എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഓക്കെ.